ഹലോ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇതെന്റെ ജോലിയാണ്, ഞാനിത് ചെയ്താൽ മതി എന്ന ചിന്തയിൽ നിന്ന് ഇത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് എങ്ങനെ മാറാം? നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയെ ഒരു ടീമിന്റെ മൊത്തത്തിലുള്ള വിജയവുമായി എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് നോക്കാം. ഇത് നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ ഓഫീസുകളിൽ എപ്പോഴും കേൾക്കുന്നൊരു ഡയലോഗല്ലേ? ഞാൻ എന്റെ പണിയെടുത്താൽ മതിയല്ലോ, അത് തന്നെ ധാരാളം. സത്യം പറഞ്ഞാ പലരും അങ്ങനെ തന്നെയാ ചിന്തിക്കുന്നതും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്താൽ മതിയെന്ന് കരുതുന്നതില് ഒരു തെറ്റുമില്ല അല്ലേ? പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിയേ, ശരിക്കുമുള്ള ഒരു വിജയത്തിന് ഇത് മാത്രം മതിയോ? നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മുടെ ടാസ്ക് മാത്രം ചെയ്താൽ പേഴ്സണലി നമ്മക്കോ അല്ലേ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിക്കോ എത്രത്തോളം മുന്നോട്ടു പോകാൻ പറ്റും? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങുന്നത്. അപ്പോ നമുക്കിതിന്റെ കുറച്ചുകൂടെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. ഈ എന്റെ ജോലി മാത്രം എന്ന് ചിന്തിക്കുന്നില്ലേ, അതൊരു കെണിയാണ്, ഒരു ട്രാപ്പ്. എന്തുകൊണ്ടാണ് ഞാനിതിനെ അങ്ങനെ വിളിക്കുന്നതെന്നല്ലേ നമുക്ക് നോക്കാം. ഈ ട്രാപ്പിന് ഒരു പേരുണ്ട്, സൈലോ മെന്റാലിറ്റി. സംഭവം സിമ്പിളാണ്. ഓരോരുത്തരും അവരവരുടെ ഒരു ലോകത്ത്, ഒരു മുറിക്കകത്ത് ഒതുങ്ങിക്കൂടുന്ന പോലെ. ടീമിന് എന്ത് സംഭവിക്കുന്നു, കമ്പനിയുടെ വലിയ ലക്ഷ്യം എന്താണെന്നൊന്നും ചിന്തിക്കാതെ സ്വന്തം ടാസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യും. ഈ ഒരു രീതിയുണ്ടല്ലോ, ഇത് വളർച്ചയ്ക്ക് ഭയങ്കര ഒരു തടസ്സമാണ്. ഇവിടെ നോക്കൂ, രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസം ക്ലിയറായി കാണാം. ഒരു സൈഡിൽ പരിമിതമായ ചിന്താഗതി, അവിടെ നമ്മൾ ജോലികളിലും സ്വന്തം കാര്യങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകും. ഫലമോ ഒരു വളർച്ചയുമില്ലാത്ത അവസ്ഥ. എന്നാൽ മറ്റേ സൈഡിലോ വളർച്ചയുടെ ചിന്താഗതി, അവിടെ നമ്മൾ ലക്ഷ്യങ്ങളെക്കുറിച്ചും ടീമായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കും. അപ്പോഴോ പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നുവരും. ഈ വ്യത്യാസം ശരിക്കും വളരെ വലുതാണ്. അപ്പോ ഈ സൈലോ മെന്റാലിറ്റി കാരണം ശരിക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമുക്കിനി അതാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മളെ പേഴ്സണലിയും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ഒരുപാടുണ്ട് ദോഷങ്ങൾ. ഒന്നാമത്, ടീമുകൾ തമ്മിൽ ഒരു സംസാരവുമില്ലാതാവും. പിന്നെ പുതിയ ഐഡിയാസ് ഒന്നും വരില്ല. നല്ല ചാൻസസ് ഒക്കെ കയ്യിന്ന് പോകും. ടീമിന്റെ ആ ഒരു മൊത്തത്തിലുള്ള എനർജിയില്ലേ, അത് കുറയും. എല്ലാത്തിനും മുകളില് നമ്മുടെ സ്വന്തം കരിയർ, അതവിടെ സ്റ്റക്കായി പോകും. ഓക്കേ, അപ്പൊ പിന്നെ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മുടെ പണിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു റിയൽ പ്രൊഫഷണൽ എങ്ങനെയായിരിക്കണം ചിന്തിക്കേണ്ടത് എന്ന് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു യഥാർത്ഥ പ്രൊഫഷണൽ എന്ന് പറയുന്നത് വെറുമൊരു ജോലിക്കാരൻ മാത്രമല്ല, അവരൊരു ടീം പ്ലെയറാണ്. താൻ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും കമ്പനിയുടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാണ് അവർ പ്രവർത്തിക്കുക. ഈ ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റിലേക്ക് മാറാൻ സിമ്പിളായ 3 വഴികളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കമ്പനിയുടെ ശരിക്കുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്റെ ജോലി എങ്ങനെയാണ് ഈ ലക്ഷ്യങ്ങളെ സഹായിക്കുന്നത്? മൂന്നാമതായി, മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ തന്നെ മുൻകൈയെടുക്കുക. അത്രയുള്ളൂ. അപ്പോ ഈ ഒരു മാറ്റം കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കമ്പനിക്കും ഒരേപോലെ എങ്ങനെ ഗുണം കിട്ടുമെന്ന് നോക്കാം. ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഇതിന്റെ ഒരു ബേസിക് ഐഡിയ വളരെ സിമ്പിളാണ്. കമ്പനിയുടെ വളർച്ചയും നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഒന്നുപോയാൽ മറ്റേതും പോകും. കമ്പനി വിജയിക്കുമ്പോൾ സ്വാഭാവികമായും അതിലെ ജീവനക്കാരും വിജയിക്കും. ഈ ചാർട്ട് നോക്കൂ, ഇത് വളരെ ക്ലിയറാണ്. ടീം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കമ്പനിയുടെ വിജയം മുകളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരിയർ ഗ്രോത്തും മുകളിലേക്ക് പോകുന്നു. കണ്ടില്ലേ, എല്ലാം കണക്റ്റഡാണ്. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റാണ് നമുക്ക് വേണ്ടത്. ഇത് എന്റെ ജോലി എന്ന ചെറിയ ചിന്തയിൽ നിന്ന് ഇത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാണ് എന്ന വലിയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറണം. നോക്കൂ, എന്റെ ജോലി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നു. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്ന് ചിന്തിക്കുമ്പോഴോ ഒരു ടീമിന്റെ പവർ എന്താണെന്നും മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മാറ്റമാണ് നമുക്ക് വേണ്ടത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മുടെ ചിന്താഗതിയാണ് നമ്മുടെ കരിയർ എന്തായിത്തീരുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോ എന്റെ ജോലി എന്നതിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാറാൻ നിങ്ങൾ റെഡിയാണോ?